സന്തോഷമല്ല, അതിലപ്പുറം ഒരു ആത്മാഭിമാനം എന്ന് പറയുന്ന മാതിരി ഇത്രയും വലിയൊരു സദസ്സിൽ ഞാൻ വിചാരിച്ചു ഇവിടെ മാത്രമാണ് ഞാനിപ്പോൾ എം പിയുടെ കൂടെ പുറത്തേക്ക് പോയപ്പോൾ ഇതിലും പകുതി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ശരിക്കും ഇന്ന് നമ്മുടെ അജിയുടെ പ്രസംഗവും നമ്മുടെ എം പിയുടെ പ്രശ്നം സുജീത്തിൻ്റെ പ്രതീക്ഷിക്കാത്ത അപ്പുറം എൻ്റെ ബിസിനസ് വിജയിക്കുന്നത് ഉറപ്പായി, ഒരു സംശയവുമില്ല. കാരണം മലപ്പുറത്ത് ജനിച്ചു വളർന്ന എനിക്ക് പന്നിനെയും RSSും BJPയും എല്ലാം കണ്ടു വളർന്ന ഞാൻ ആ ജില്ലയിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ തെക്കൻ കേരളത്തിൽ കാഞ്ഞിരപ്പള്ളി, തിരുവല്ല, പാല, കോട്ടയം, ചങ്ങനാശ്ശേരി പോലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സമുദായം ജീവിക്കുന്ന പ്രദേശത്തും ശ്രീനാരായണ ഗുരുദേവൻ്റെ പടം വെച്ചുകൊണ്ട് 7 ബിൽഡിങ്ങും ക്രിസ്ത്യാനിയുടെ ബിൽഡിങ്ങാണ്. ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അന്നത്തെ ധനകാര്യമന്ത്രി മാണിയച്ചനാണ്. അവിടെ പ്രയർ ചൊല്ലുവാനും ആ സ്ഥാപനം ഇന്നും വളരെ ഭംഗിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മഹാഗുരുവിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ സദസ്സിലുണ്ട്. അല്ലെങ്കിൽ സുജീത് ഇങ്ങനെ സംസാരിച്ച് ഞാൻ കേട്ടില്ല. തീർച്ചയായും ഇവിടെയുള്ള രക്ഷിതാവോട് എൻ്റെ ജീവിതം, ഞാൻ കണ്ട ജീവിതയാത്രയും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുട്ടികൾ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ, മലബാറിൻ്റെ പ്രത്യേകം പാലക്കാട് മുതൽ അങ്ങ് നീലേശ്വരം ബോർഡർ എടുത്താൽ വളരെ ദുഃഖകരമായ സംഭവമാണ്. എത്രയോ സമ്പത്തുള്ളവർ, വിദ്യാസമ്പന്നനായിരുന്നവർ ജീവിച്ചു മരിച്ചുപോയ ഒരു പ്രദേശത്തേക്ക് തലശ്ശേരിയും കണ്ണൂരും കോഴിക്കോടും പാലക്കാടും വടകരയും എല്ലാം ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടാക്കാനും ഒരു നേതൃത്വം കൊടുക്കുവാൻ ഇപ്പോൾ 1-2 കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുള്ളൂ. അതൊരു ബിരിയാണിയിൽ അരിമോശമായി, അതിനെ കുറേ പൈസ കട്ടു എന്ന് പറഞ്ഞില്ല. ഏറ്റവും വലിയ പല ദോഷങ്ങളും ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന എറണാകുളം SNDPൻ്റെ സെക്രട്ടറിക്കുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ബാബു. ആ ബാബു 2.5 കോടി ഒരു ശാഖയ്ക്ക് വേണ്ടി ലാഭം ഉണ്ടാക്കാൻ പോയപ്പോൾ വാണിഭ കേസ് കൊടുത്ത ആൾക്കാരുണ്ട്. 2.5 കോടി. ആ വാശി എന്തായി? ആ ബാബു വീണ്ടും അതൊക്കെ തിരിച്ചു പിരിച്ചു കൊടുത്തു. ഇന്ന് 6 കോടിയുടെ സ്വന്തം ശാഖ ഉണ്ടാക്കാൻ ആ ബാബുവിന്. അപ്പോൾ എപ്പോഴും ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു ഹെൽത്തി അസുഖം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇത്രയും ആളുകൾ, എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കൊച്ചു കുട്ടികൾ തമിഴിലും ഇംഗ്ലീഷിലും ഹിന്ദി വേണം പറയും, മലയാളം പറയും, 3 ഭാഷയിൽ. ഞാൻ കയ്യോടുന്ന് പറഞ്ഞ ഒരു കുട്ടി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കുട്ടി തമിഴ്, ഡീസൻ്റ് തമിഴിൽ എന്നോട് കുമാർ പറയാം, നിങ്ങളെ മക്കൾ എല്ലാത്തിലും കഴിവുണ്ടല്ലോ. ആ കഴിവ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? സുജിത്ത് എങ്ങനെയോട് സംസാരിക്കാൻ പഠിച്ചു? എൻ്റെ പേരക്കുട്ടികൾ എങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും എങ്ങനെ പഠിക്കുന്നു? ഞങ്ങളുടെ കോളേജിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. 80% PhD ഉള്ള ടീച്ചേഴ്സുണ്ട്. അവരുടെ മുന്നിൽ ആ കുട്ടികൾ എങ്ങനെ സംസാരിക്കുന്നു? നമ്മൾ ചിന്തിക്കണം. മക്കൾ ജന്മം നൽകിയാൽ ആ മക്കളെ പ്രാപ്തരാക്കേണ്ട അച്ഛൻ്റെ കടമയാണ്. അത് വിധിയോഗമൊന്നുമല്ല. എൻ്റെ മുന്നിൽ കേരളത്തിലും കോയമ്പത്തൂരിലുള്ള തീയ സമുദായത്തിലെ ബേക്കറി വ്യവസായികൾ നിറയെ ഉണ്ടായിരുന്നു. ഈ കോയമ്പത്തൂരുണ്ടായിരുന്നു, തിരുവനന്തപുരത്തുമുണ്ട്, കൊച്ചിയിലുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ ബിസിനസ് ഒന്നും വളരാതെ താഴോട്ട് പോയ അവസ്ഥ? നമുക്കെല്ലാം എല്ലാ ബിസിനസ്സും പാലക്കാട് ജില്ല, പാലക്കാട് KST ചെയ്യുന്ന റോഡ് മാക്സിമം 25 വർഷം മുന്നേ എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിം സ്ഥലം മുഴുവൻ വാങ്ങിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി പറഞ്ഞു, ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങളതായിരുന്നു. KST മുന്നിൽ നീണ്ടു നിൽക്കുന്ന ഇന്ന് 40 ലക്ഷം അമ്മ കിട്ടാത്ത സ്ഥലങ്ങൾ ഞങ്ങളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടായ്മ കുടുംബത്തിലുമില്ല, സമുദായത്തിലുമില്ല, എവിടെയുമില്ല. എവിടെയുണ്ടോ ഐക്യം അവിടെ എല്ലാം ഉണ്ടാവും. ഞങ്ങളുടെ സ്ഥാപനം വളരുന്നത് തന്നെ ഒരു ടീം വർക്കാണ്, ഒരു ടീമാണ്. ആ ടീം വർക്ക് ഉണ്ടാവണം. അതിന് നല്ല ഹെൽത്തിയുള്ള മത്സരം. ഇവിടെ നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു?
ഞാൻ ഇന്നും വളരെ എന്നെ ആദരിക്കുന്ന ചടങ്ങിൽ ഈരോഡിൽ വെച്ചിട്ട് ഒരു ജ്വല്ലറിയിൽ എൻ്റെ ആളുകൾ മുഴുവനും അവിടെ ഇലയെടുക്കുവാനും അവിടെ ക്ലീൻ ചെയ്യുവാനും ഒരു കുട്ടി പോലും മുൻസിൽ വന്നിരിക്കാൻ പണമുള്ളവൻ ഇല്ലാത്തവൻ അഭിമാനം വേണ്ടേ? നമ്മൾ ഒരു മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഒരു നായർ കമ്മ്യൂണിറ്റിയുടെ പരിപാടി പോയാൽ പറവൂരായാലും ശരി ആലുവയാലും ശരി ആദ്യം മുൻവരി പില്ലാവും. നമ്മൾ ആളുകൾ നേരെ പിന്നിലേക്ക് പോകും. ഇന്ന് കണ്ട കുട്ടികൾ ഞാൻ കണ്ടു. എന്താണ് അവരെ ബാബുവിൻ്റെ രണ്ടാമത്തെ മോൻ അത് ഇത്ര വലിപ്പമുള്ളൂ. അവനോട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു മാർക്കറ്റിംഗ് മാനേജ് എങ്ങനെ ചെയ്യും? അവൻ്റെ മുഖാമുഖം പറയും. അവൻ മാർക്കറ്റ് അങ്ങോട്ട് എടുത്തു. ഞാൻ തരിച്ചുപോയി. അത് ചോദിച്ചു നീ എത്രയിൽ പഠിക്കുന്നു? ഞാൻ 6ാം ക്ലാസ്സിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ 6ാം ക്ലാസ് 65 80 വയസ്സുള്ളവൻ ചോദിച്ച ഉത്തരം പറയാൻ കഴിയില്ല. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ 11 വയസ്സേ ഉണ്ടാവുള്ളൂ. ആ 11 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ മാർക്കറ്റിംഗ് നടത്തിയോടെ ഇപ്പോൾ കയറും. ഒരു ബ്രാഞ്ചും വിട്ടില്ല. എല്ലാ ബ്രാഞ്ചിലും MP ഞാനും സുജും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം ആ കുട്ടികൾ വളരെ ഒരു കുട്ടി രക്ഷപ്പെട്ടാൽ ഒരു പ്രദേശം ഇപ്പം യൂസഫ് അലി എന്ന് പറഞ്ഞ ലുലുവിൻ്റെ ചെയർമാൻ ഉണ്ടല്ലോ, വടകരയിൽ ഗോപാലട്ടൻ, പാലക്കാട് ശോഭമേനുണ്ടല്ലോ, ഒരു വ്യക്തി വിജയിച്ചാൽ ആ രാജ്യം നന്നാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജന്മം കൊണ്ട് കുറേ സ്വത്തുണ്ടാക്കി വെക്കലല്ല, അതിൻ്റെ കൂടെ തൻ്റെ കൂടെ ജന്മം നൽകിയ സഹജീവി എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. ഇവിടെ ഇരിക്കുന്ന നീലഗിരിക്കാരൻ്റെ നീലഗിരി ആളുണ്ട്. ഞാനും എൻ്റെ 15 സുഹൃത്തുക്കളും കഴിഞ്ഞ 1 മാസം മുന്നേ പോയി. 43 വർഷങ്ങൾക്ക് മുന്നേ ആർട്ട് സിറ്റിയിൽ സുമാർ 50 സ്ഥലമുണ്ട്. അതിന് ഒരു 4 മാസം മുന്നേ ആ പ്രദേശത്ത് പോയി. ആയിരങ്ങൾ 300, 350, 400 രൂപ ശമ്പളം കൂലി കിട്ടുക. അവിടെ ആനയെ പേടിക്കണം, കടുവയെ പേടിക്കണം, പുലിയെ പേടിക്കണം, പാമ്പിനെ പേടിക്കണം, മനുഷ്യരെ പേടിക്കണം. ബസ്സില്ല. ആ വന്നുകൂടി ജനങ്ങളൊക്കെ ഞങ്ങൾ ഞെട്ടിപ്പോയി. സത്യം പറയാ, 43 വർഷങ്ങൾ മുന്നേ ഇത് തുടങ്ങി ദിവസങ്ങളും മാസങ്ങളെ ആയിട്ടുള്ളൂ. 1 കോടിയുടെ അടുത്ത് സ്വത്ത് വാങ്ങിച്ചു. കുറവ് പറഞ്ഞ ഞങ്ങൾ കുറ്റം പറയാൻ പാടില്ല. അത് അവന് അത്ര അറിവുള്ളൂ. അവൻ കുറവ് പറഞ്ഞതല്ല. ഇന്ന് ചാവടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 15 ലക്ഷം കൊടുത്താൽ മെയിൻ റോഡ് സ്ഥലമില്ല. വെറും 10 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ഏക്കർ വാങ്ങിച്ചത്. ഇപ്പം ഞാൻ വാങ്ങിച്ചത് 3.5 കോടിക്കാണ് ഒരേക്കറ. അപ്പോൾ സ്ഥലത്തിന് 10 ലക്ഷം മാർക്കറ്റായി. അറിവുള്ള മനസ്സിലാക്കണം. ഒരു സെന്റ് എന്ന് പറയുന്നത് 40 ഒരു ഏക്കർക്ക് 40 സെന്റ് പോവും. 60 ഉണ്ടോ? അങ്ങനെ കൂട്ടുമ്പോൾ എന്തായി? ആ 3.5 കൂട്ടിയാൽ 11 ലക്ഷം ഒരു സെന്റ് വരും. വാങ്ങിച്ചെത്ര ആ സജീവന പാവം എത്രയോ പ്രാവശ്യം നടന്ന് എനിക്കും അറിയില്ല ഇരിപ്പിക്കാനുള്ളത്. അവിടെ ചെന്നപ്പോഴായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട രത്നപുരി ശാഖയുടെ പ്രസിഡന്റ് സജീവൻ അവരുടെ റെക്കമെൻഡ് കിട്ടിയ. അല്ല സൂചിക്കും എനിക്കൊന്നറിയില്ല, കമ്മീഷൻ അടിച്ചിട്ടുമില്ല. അതുപോലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ കുറ്റമായി കാണരുത്. അദ്ദേഹത്തിൻ്റെ അറിവ് അത്രേ ഉള്ളൂ. നിന്റെ അറിവ് നീ ഇവിടെ സംസാരിച്ചപ്പോൾ ഇന്നലെ രാത്രി 3 മണിക്കാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖം തോന്നിയത്. ഒരു പുതിയ വണ്ടി എഴുതിയിരുന്നു. ആ വണ്ടിയിൽ ഇവർ രണ്ടുപേരും എന്നെ അറിയാതെ ചേർത്തലേക്ക് പോയി. ഇവിടുന്ന് പുറപ്പെടുന്നത് രാത്രി 11 മണിക്ക്. പ്രിയപ്പെട്ടവരെ, പുലർച്ചെ 4 മണിക്ക് അവിടെ എത്തുന്നു. ആ 4 മണി കഴിഞ്ഞു. അന്ന് രാത്രി ഇങ്ങോട്ട് 2 രാത്രി ഉറങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് സന്തോഷമില്ല. ആ വണ്ടി വില കൂടിയ വണ്ടിയാണ്. എവിടെ പോയി ഇടിച്ചാലും ഇവർക്കൊന്നും പറ്റൂല. അതറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനത്തെ വണ്ടി വാങ്ങി കൊടുത്തു. ലാൻഡ് ക്രൂസർ എന്ന വണ്ടിയാണ്. വില എത്രയെന്നറിയോ? കോടികളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നവരെല്ലാം വെറുതെ വന്നവരല്ല, തീക്കണലിൽ കൂടെ നടന്നു പോയവരാ. തീക്കണൽ. ഞാൻ 16 വയസ്സിൽ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറേ ചെറുപ്പക്കാർ പറഞ്ഞു, ബാലേട്ടൻ ബിസിനസ് എങ്ങനെ വളർന്നു കേൾക്കാൻ ആഗ്രഹമുണ്ട്, ബാലേട്ടൻ സംസാരിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വൈക്കത്ത് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ അനൂപുണ്ട്. ഈ അനൂപും എൻ്റെ പ്രിയ സുഹൃത്ത് പഠിക്കുന്ന ദുബായിൽ നിന്ന് ഉണ്ണിയുണ്ട്. ഒരു 12 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ എവിടെയോ പോയി ഇടുക്കിയിലൊക്കെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, 550 പേർ 18 വയസ്സിന് മേലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 9 മണിയുടെ ടൈം കുട്ടിക്കാനം, വാഗമണ്ട താഴെയാണ് കുട്ടിക്കാനം. അവിടെ ഇവിടുത്തെ മാതിരി ഇന്ന് ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നിപ്പോയി. ഇത്രയും ആളുകൾ, കുട്ടികൾ 7 മണിക്ക് തന്നെ 8 മണിയാകുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങി. അവിടെക്കാണ് ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്ത് നമ്മൾ SNDP-കാരാണോ വേറെ എവിടെയും വാടകയ്ക്ക് വിളിച്ചെന്നോ? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ പ്രസ്ഥാനം ലോകം അംഗീകരിക്കുന്ന പ്രസ്ഥാനമായിട്ട് ആ പ്രാർത്ഥന എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 4 ദിവസം മുന്നേ ഈശ യോഗ എന്ന് പറയുന്ന പ്രദേശത്ത് യാദൃശ്യമായി എന്നോട് പറഞ്ഞിരുന്നു. ഞാനിത് അത്ര കണക്കിലെടുത്തില്ല. പക്ഷേ സംഭവം ചെന്നപ്പോൾ എനിക്ക് തോന്നി 500ഓളം പേർ സേലം, ഈരോട്, കേരളത്തിൽ തിരുവനന്തപുരം മുതലേ അവരുടെ സ്വന്തം ചെലവിൽ ഓരോ കുട്ടികളും ആ ശിവപ്രതിഷ്ഠ മുന്നിൽ
ആ നൃത്തം വെക്കാൻ നമ്മൾ ചൊല്ലുന്ന ദൈവസംഘമില്ലേ, അതിൻ്റെ നൃത്തം വെക്കാൻ വേണ്ടി 64-ാമത്തെ ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രസ്ഥാനം എത്രയോ വാണോളം ഉയരുമ്പോഴും നമ്മൾ ഇന്നും കോയമ്പത്തൂരിൽ പല സംഘടന ഉണ്ടെങ്കിലും ഞാൻ പറയുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് തെറ്റുപറ്റിപ്പോയത് എവിടെയാണോ? നമ്മളെ കുട്ടികൾ ഒരുമിച്ച് ഒരു പ്രാർത്ഥന ചൊല്ലുവാൻ നമ്മൾ സാധിച്ചില്ല. എൻ്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന പള്ളികൾ, മദ്രസകൾ, കോളേജുകൾ, സ്കൂളുകൾ സ്വർഗമായി മാറി. ഞാൻ കാണുന്ന തൃശ്ശൂർ ജില്ലയിൽ അങ്ങോട്ട് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട അയ്യപ്പയുടെ ചെയർമാൻ മുരളിയേട്ടൻ വരുന്നുണ്ട്. വയനാട്ടിപ്പം കൂടുക ഇന്നത്തെ CMS കോളേജിൻ്റെ ചെയർമാനാണ്. ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടും നമ്മൾ സഹായിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പഠിക്കുന്നത്, ഈ അവസരം കോയമ്പത്തൂരിൻ്റെ മണ്ണിൽ നമുക്ക് എത്രയോ തലമുറകൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ പ്രസ്ഥാനം വന്നതിന് ശേഷം നിങ്ങളെ മനസാക്ഷിയോട് ചോദിക്കുക, നിങ്ങൾ കുട്ടികൾ രാവിലെ എഴുന്നേറ്റാൽ ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ അല്ലേ കൂട്ടമല്ലേ. എൻ്റെ പേരക്കുട്ടി ഇവിടെ നടന്നു കളിച്ചിരുന്നു, 2 വയസ്സ് തികഞ്ഞിട്ടില്ല. ഇന്നും ഞാൻ കാലത്ത് 5:30 മണിക്ക് എന്നിട്ടോ അവൾ തിരിഞ്ഞു കളിക്കുക. ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നു, കൈകൂപ്പി നിൽക്കുന്നു. 2 വയസ്സ് തികഞ്ഞിൽ പ്രിയപ്പെട്ടവരെ. അങ്ങനെ മക്കളെ കൃത്യനിഷ്ഠമായി വളർത്തി പഠിപ്പിച്ച് ഒരു പ്രാപ്തരാക്കുന്നവരാണ് പിതാവും മാതാവും. അതല്ലാതെ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു കളിച്ചാൽ ഇവിടെ ദൈവം സൃഷ്ടിക്കുന്ന ഓരോ മനുഷ്യരും വിധി എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും കണ്ണില്ലായിരിക്കണം, കയ്യിലായിരിക്കണം, കാലിലും എല്ലാം തന്നിട്ട് ഈ ഭൂമിയിൽ പരാജയപ്പെട്ടാൽ അത് അവൻ്റെ മിസ്റ്റേക്കാണ്, അവൻ്റെ വളർത്തുന്ന മിസ്റ്റേക്കാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. IPS വിജയ് സാർ, എനിക്കറിയാം 10 IAS ഉണ്ട് കേരളത്തിൽ. അവർ പറയും, നമ്മൾ ശ്രമിച്ചാൽ ഇവിടെ ഇന്ന് എങ്ങനെ ഈ കുട്ടികളെത്തി? ആ കുട്ടികൾ തോന്നി താല്പര്യം അമ്മമാർ, ഇതെൻ്റെ മക്കളുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാണ്, ഒരു ഗൈഡാണ്. ആ സമയത്തൊന്നും ഓരോ മനുഷ്യനും എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ മണിക്കൂറിൽ എങ്ങനെ ഉപയോഗിക്കുന്നു? അതാണ് ഞാൻ പറഞ്ഞ അജിയും ജനറൽ സെക്രട്ടറി പറഞ്ഞു, എനിക്ക് സുഖമില്ല, തൊണ്ടവേദന, എന്നോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇവർ വിട്ടില്ല. 300ഓളം കിലോമീറ്റർ അങ്ങോട്ട് 600 കിലോമീറ്റർ അവർ പോയ വണ്ടിക്ക് 1 ലിറ്ററിൽ 4 കിലോമീറ്റർ കിട്ടുള്ളൂ. എത്ര 1000 ഡീസൽ അടിച്ചു, അതിന് തേമാനം എത്രയുണ്ട്? ഇതെല്ലാം കണക്ക് വെക്കാതെ തൻ്റെ കൂടെ ഇന്ന് സഹജീവികൾ ഇന്ന് അവർക്ക് വേണ്ടി ആ മനോവിഷമം ഞാൻ കേട്ടിവിടെ. അജി ആയാലും ശരി, സുജി ആയാലും ശരി, നാരായണായാലും ശരി, നമ്മൾ നന്നാൻ വേണ്ടി, നമ്മളെ മക്കൾ നന്നാൻ വേണ്ടി, ഇത് തന്നെയാണ് ഈ ഭൂമിയിൽ ആര് നന്നായിട്ടെങ്കിലും പോട്ടെ. ഇവിടെ ജീവിക്കുന്ന, കോയമ്പത്തൂർ ജീവിക്കുന്ന കുറേ ചിന്തിക്കാരുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പെയിൻ്റ് അടിക്കാരൻ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഒരു കൂലിപ്പണിക്കാരൻ അവരിലുണ്ടോ? പോട്ടെ. ആര്യാസ് ഗ്രൂപ്പ് ഉണ്ട് തമിഴ്നാട്ടിൽ, ആര്യാസ് ഗ്രൂപ്പ് എനിക്കറിയാം. കാരണം കറക്റ്റായി ഞായറാഴ്ച ചെലവുണ്ടെങ്കിൽ കറക്റ്റായ സ്റ്റെപ്പായ ആ കൂട്ടി കണക്ഷൻ, എന്താ പറയുക, ടീം വർക്കർ, മക്കൾ എല്ലാം വലിയ നന്നായി വരുന്നു. അത് കണ്ട് നമ്മൾ പഠിക്കണം. നമ്മളിത് പെയിൻ്റ് അടിക്കാനും വെൽഡിങ് പണിക്കും എല്ലാ താഴ്ന്ന പണിക്ക് പോകുന്ന, ഞാൻ താഴ്ന്ന പണി മോശമാക്കി പറയില്ല. നിങ്ങൾ മക്കൾ പഠിക്കട്ടെ, ഒരു MBA എടുക്കട്ടെ, ഒരു ഡിഗ്രി PG എടുക്കട്ടെ, എന്നിട്ട് ആ പെയിൻറ്റ് പണിക്ക് പോ, അതിൻ്റെ കോൺട്രാക്ടർ ആവാം. അവിടേക്ക് എത്താൻ തെങ്ങ് കയറിക്കോ, പഠിച്ചു വാ. ആ പഠിക്കാനാണ് 40 വർഷം കഴിഞ്ഞ് ഞാൻ കാണാറുണ്ട്. തമിഴ്നാട്ടിലെ മധുര എന്ന് പറയുന്ന വേലൂരിൽ ഒരു 4 കുട്ടികൾ കിട്ടി 40 വർഷം. ഇന്ന് ആ കുട്ടികൾ ഒരുതൻ പൈലറ്റാണ്. ഇവിടെ ഒന്നുമില്ലായ്മ, അച്ഛനുമില്ല അമ്മയില്ല കുട്ടികൾ. അങ്ങനെ 100 കണക്കിന് കുട്ടികളെ എൻ്റെ നാടായ മലപ്പുറം ജില്ലയിൽ നിന്നും പല പ്രദേശത്തു നിന്നും എനിക്ക് പഠിക്കുവാൻ 13 കുട്ടികൾ അമേരിക്കയിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നടത്തുന്ന അന്നദാനം ശബരിമല യാത്രക്ക് വെറും തമാശ കളിയല്ല, 1000കണക്കിന് സദ്യയാണ്. ആന്ധ്ര, തമിഴ്നാട്, കർണാടക, കാസർഗോഡ് മലയാളികൾ മലപ്പുറം ജില്ലയിലെ ആർട്ട് സിറ്റിയിൽ 3 ഏക്കർ സ്ഥലത്ത് ആ പണം സമ്പാദിച്ചത് ഞാൻ പറഞ്ഞ ഈ കുട്ടികൾ ലോകം മുഴുവനുണ്ട്. ഇത് ബാബു അടക്കം, അത് ജിജി അടക്കം, ജിജിൻ്റെ സഹോദരി, അച്ഛൻ മരിച്ച് വർഷങ്ങളായി. ആ കുട്ടി എങ്ങനെ പഠിച്ചു? കറക്റ്റ്. അതിൻ്റെ ഡ്രൈവർ ശങ്കർ, അവൻ്റെ മകൻ. ഓരോരുത്തരും എണ്ണിയെടുത്താൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് പറയുന്ന വാക്കിൽ കൂടെ ആ പ്രാർത്ഥനയിൽ കൂടി സ്വയം പ്രാപ്തരായി സംസാരിക്കാൻ പഠിച്ചു. ഇന്ന് കിരൺ എന്ന് പറഞ്ഞ എൻ്റെ ശങ്കറിൻ്റെ മകൻ കേരളം, ഇന്ത്യ അറിയപ്പെടുന്ന ഏറ്റവും പാരന്റ് ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയുടെ GM ആണ്. ലക്ഷങ്ങൾ മാസം നമ്മളെ പ്രാപ്തനാവൻ. ഇതെല്ലാം പറയുമ്പോൾ തമാശയായി കാണരുത്. ഇരിക്കുന്ന അതിൻ്റെ മുന്നിൽ നീരേഷ് സൂചിപ്പിച്ചതിലൂടെ അമൃത
യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർ എന്നപ്പുറം ഒരു 15-18 വർഷം മുന്നേ യാത്രയിൽ കണ്ടുമുട്ടിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകാം. ഇപ്പം എന്നോട് ഞാൻ ഡിഗ്രി പഠിക്കാറുണ്ട്. എടാ എന്ത് ഡിഗ്രി, അതൊക്കെ പോയി നല്ല മാസ്റ്റർ ഡിഗ്രി കിട്ടിയ PG ഒക്കെ എടുത്തു. അവൻ PG പഠിച്ചു, ഡോക്ടറേറ്റ് എടുത്തു, അവൻ്റെ ഭാര്യ ഡോക്ടറാ. അല്ലെങ്കിൽ അവൻ്റെ ഓട്ടോറിക്ഷ ഓട്ടി കൂത്തോളം നദിണ്ടാവും അല്ലേ? ഒരു ഓട്ടോറിക്ഷ ഓട്ടി പഠിച്ച് വളർന്ന് വലുത്. അതാണ് നമ്മൾ പ്രിയപ്പെട്ട MP യോട് പറഞ്ഞത്. ഈ കൗണ്ടർ കൂടുതൽ അന്ന് പഠിപ്പുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് സംസാരിക്കാൻ എനിക്കറിയാം. അദ്ദേഹം പഠിച്ചുകൊണ്ടാണെന്ന് ഏറ്റവും നല്ല ഇവിടുത്തെ മേയറായിരുന്നു, ഇപ്പോഴത്തെ MP ആണ്, ഇനി അടുത്ത മന്ത്രിയാവും. ആ വിദ്യാഭ്യാസമാണ്. ഓരോ വ്യക്തികളും വിദ്യാഭ്യാസം മാത്രം കിട്ടിയ പോരാ, അത് പ്രയോജനപ്പെടുത്താൻ കഴിയണം. ആ പ്രയോജനപ്പെടുന്ന ശക്തിയാണ് ഇന്ന് സുജിയോട് അവതരിപ്പിച്ചത്. അവൻ്റെ ഉള്ളിലുള്ള വേദനയാണ്, അജയൻ്റെ വേദനയാണ്. അത് ചെയ്തവനെ അറിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 139 അമ്മമാരില്ല, 160ഓളം അമ്മമാർ, 103 വയസ്സുള്ളവർ ആലുവയിലെ സീതാണഗിരി പ്രദേശത്ത് എഴുതിയിരുന്നത്. എനിക്ക് വളരെ സന്തോഷം. നീ മണി ഇവിടെ ഉണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ 1 മാസം മുന്നേ ഞങ്ങളുടെ ഹോട്ടൽ ട്രെയിൻ നടന്നുകൊണ്ടിരിക്കാൻ. അപ്പം മണി പറഞ്ഞു, പീളമേട് ശാഖയുടെ പ്രസിഡന്റ് മണി, അവനും ഭാര്യയും കുട്ടികളും അവൻ്റെ കൂടെ ഫ്രണ്ടും എനിക്കറിയില്ല, 20,000 രൂപ 2000 അല്ല, ആ 250 കുട്ടികളുണ്ട് ഇവിടെ ആലുവയിലെ ആശ്രമത്തിൽ. 70 കൊല്ലമായി നടത്തുന്ന ആശ്രമമാണ്. ഹിന്ദുവിന് ഞാൻ കണ്ട് അവിടെ മാത്രമേ അത്ര ഡീസൻ്റ് ആയിട്ട്. ഇവർ കൊല്ലങ്ങളായി ഭക്ഷണം കൊടുക്കാറുണ്ട് അവിടെ. ഞങ്ങൾ മാസം കൊടുക്കാറുണ്ട്. പലതും ചെയ്യാറുണ്ട്. അവർക്ക് അമ്മമാർ വേണ്ടത് മരുന്ന്, ഈ TV എല്ലാം കൊടുക്കാറുണ്ട്. അവർ കഷ്ടപ്പെട്ട പൈസ ആ കൊടുത്ത ഭക്ഷണം അന്ന് വില 80,000 ചിലവാണ്. 80,000 രൂപ അന്ന് വൈകുന്നേരത്തെ ഭക്ഷണം മാത്രം. നല്ല ബിരിയാണിയും അവർക്ക് വേണ്ട സാധനങ്ങളും അതിൽ 20,000 രൂപ അവരുടെ പൈസയായിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെ എല്ലാവർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി അവർ അവസരത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുസ്ലിമിൻ്റെ ഒരു വാക്കാണത്. അതിന് യാതൊരു മധ്യസ്ഥനും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥന കിട്ടണമെങ്കിൽ ഇതുപോലെ കാര്യം നടത്തിയാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ കൊണ്ട് കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, മക്കൾക്ക് നല്ലത്. ഇവർക്ക് ആർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് തന്നെ 29 വർഷങ്ങൾക്ക് മുന്നേ സീതാപ്രസ്ഥാനം ഞാൻ കാഞ്ഞിരപ്പള്ളിയും തിരുവല്ലയും ഷോപ്പ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജനിച്ച ജാതി മോശമുള്ളതല്ല. ഞാൻ അന്നൊക്കെ വിചാരിച്ചത് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ദുഃഖം തോന്നിയത് എനിക്ക് മലപ്പുറത്തൊക്കെ ഞാൻ ഷോപ്പ് തുറക്കുമ്പോൾ മുസ്ലിം പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ അവരുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഇന്ന് അതല്ല. ഇന്ന് എൻ്റെ എല്ലാ സ്ഥാപനവും വെങ്കല പ്രതിമ. ഞങ്ങളുടെ എറണാകുളം ഫാക്ടറിയിൽ, കോയമ്പത്തൂർ ഫാക്ടറിയിൽ ഗുരുദേവൻ്റെ പ്രതിമയുടെ മുന്നിൽ വിളക്ക് കത്തിച്ചു തുടങ്ങും. അതുകൊണ്ട് എന്തായി, 4000 കുടുംബങ്ങളും ഞങ്ങളുടെ അഭിവൃദ്ധിയും ഈ സ്ഥാപനത്തിന്. എനിക്ക് ഇവിടെ ചിലവ് പറയാൻ മടിയുണ്ടായില്ല. കാരണം സീതാണ ഗുരുദേവൻ്റെ നാമത്തിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വരുമാനം ഒരു പങ്ക് ചെലവ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നും കാടാമ്പുഴയുടെ അടുത്തുള്ള നേഷണൽ വക്കത്ത് ഞായറാഴ്ച പ്രാർത്ഥന ഉണ്ടെങ്കിൽ 1 കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് 3,30,000 രൂപ പ്രാർത്ഥനയ്ക്ക് വന്നവരിട്ടു. 10 ഉറുപ്പിയും 1 ഉറുപ്പിയും. അവിടെയും ബസ്സിന് പൈസ ഇല്ലാത്തതുകൊണ്ട് അത് തിരിച്ച് അവർക്കും കൊടുക്കും. 1 കൊല്ലം കൊണ്ട് കിട്ടിയ സമ്പാദ്യം നമ്മളെല്ലാം ഗുരുവായൂരിലും ശബരിമലയിലും കാടാമ്പുഴയും കൊണ്ട് ഉണ്ടി നിറയ്ക്കുമല്ലോ, തിരിച്ച് നമുക്ക് വല്ലതും കിട്ടിയോ? ഇവിടെ സീതാണ പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട് പറവൂരിലെ സീതാണ കോളേജുകൾ, കൊടുങ്ങല്ലൂരിലെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങൾ ഈ ഭൂമിയിൽ, തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങളെല്ലാം ഒന്ന് കുറുക്കഞ്ചേരി പോയാൽ മതി. അവിടെ അങ്ങോട്ട് തുടങ്ങിയാൽ ഒരു തീയ സമിതിയും മോശം വന്നിട്ടില്ല. എല്ലാ ഈഴവനും സമ്പത്തുള്ളവരാണ്. IAS ഉണ്ട്, പഠിപ്പുണ്ട്, സമ്പത്തുണ്ട്. പാലക്കാട് മുതൽ അങ്ങോട്ടേക്ക് ഒന്നുമില്ല, രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. പഠിപ്പില്ല. ഓട്ടോറിക്ഷക്കാരൻ, തെങ്ങേറ്റക്കാരൻ, 35-40 വയസ്സ് ചെറുപ്പക്കാർ പെണ്ണ് കിട്ടാതെ അലയുകയാണ്. ആദിവാസിയെ പോലും കിട്ടുന്നില്ല. കാരണം RSSന് വെട്ടി, BJPന് വെട്ടി, കമ്മ്യൂണിസ്റ്റ് വെട്ടി നടന്ന് നാദാപുരം, കല്ലാച്ചി അങ്ങോട്ട് പോയ പറയും വേണ്ട. തീർച്ചയായും ഇവിടെ കണ്ണൂർക്കാരുണ്ടായിരിക്കും, തലശ്ശേരിക്കുണ്ടായിരിക്കും. ഇവിടെ എനിക്കറിയാം, ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഈ വെങ്കല പ്രതിമ 15 പ്രതിമ ഉണ്ട് ഇവിടെ, എല്ലാം കാറിൻ്റെ ഡിക്കിലായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവെക്ക്, ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്കറിയാം എങ്ങനെ ബിസിനസ് വളർത്തുന്നത്. ഇതെല്ലാം കൊണ്ടുവച്ച് നിങ്ങളെ മനസ്സിലെന്ത് തോന്നി? നിന്റെ നാടെവിടെ? കണ്ണൂരാ? തലശ്ശേരി. എനിക്കൊരു പ്രതിമ വേണം ബലടൻ. ഞാൻ ചോദിച്ചു അജിയോട്, എത്ര ഓഫർ ഇടും? അപ്പം നിങ്ങൾക്ക് തോന്നില്ലേ, നിങ്ങൾ പൂജ റാമുൽ, ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പൂജ 2 ഗുരുദേവൻ്റെ. ഞാൻ 1000കണക്കിന് വീട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നതിന് മാഹിക്കാരിരിക്കുന്നുണ്ട് 2000 വീടുകൾ ഗുരുദേവൻ്റെ, മാഹി മാത്രം 2000 വീടുകൾ ഗുരുദേവൻ്റെ ഫോട്ടോ കൊടുത്തു. അതാ ചെറുപ്പം രാജേഷ് പഠിക്കുന്നുണ്ട്, അവർ ഭാര്യ മോനും വന്നിട്ടുണ്ട്. അപ്പോൾ സീതാണ പ്രസ്ഥാനം ലോകത്തിൽ, ഞാൻ പറഞ്ഞു, ആ കൂടെ, ആ ദർശനത്തിൽ കൂടെ ജീവിതം തുടങ്ങിയാൽ നിങ്ങൾ എവിടെയും വഴിയും പൊട്ടിപ്പോകില്ല. സത്യമാണ്. ശുചിയായാലും എൻ്റെ മക്കളായാലും ശരി, എൻ്റെ സ്ഥാപനമായാലും ശരി, എൻ്റെ കൂടെ നിൽക്കുന്നവരായാലും ശരി,
അവരെല്ലാം രാവിലെ തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്. അതാണ് മകളുടെ CC രവിശങ്കർ പോലെ മാതാ അമൃതനാഥ് പോലെ ആചാര്യന്മാർ പറയുന്നത്, കയ്യിൽ മൊബൈലില്ലേ? ഉണ്ട്. ചാർജ് ഇല്ലെങ്കിൽ എന്തിനു പറ്റും? ആ ചാർജാണ് ഇവിടെ കയറ്റുന്നത്. ഓരോ പ്രാർത്ഥനയും കൂട്ടപ്രാർത്ഥന വലിയ ശക്തിയാണ്. അത് പറയാൻ സമയമില്ല. അതുകൊണ്ട് ബിസിനസ്സുകാർ, ചെറുപ്പക്കാരികൾ താല്പര്യം ഡേറ്റ് വെച്ചോ. നിങ്ങൾ ഒരു പൈസയും ചെലവാക്കണ്ട. 500 പേര് ഇരിക്കുന്ന സ്ഥലം നമ്മളെത്തുന്നുണ്ട്. അതിന് വേണമെങ്കിൽ അടുത്ത പരിപാടി ഞാൻ പറഞ്ഞ സ്റ്റിയോട് 50 ഏക്കർ ഫോറസ്റ്റിൻ്റെ ഇവിടെ ബെസ്റ്റ് ഫോറസ്റ്റാ, ഞങ്ങൾ ഉണ്ടാക്കിയ ഫോറസ്റ്റാ, ഹൈവേൻ്റെ അടുത്താണ്. അതല്ലെങ്കിൽ 3 ഏക്കർ സ്ഥലം കീരണത്തുണ്ട്. അത് ഞങ്ങൾ ഓപ്പൺ ഓഡിറ്റിനാവുക, അവിടെ ഫ്രീ ആയിട്ട് നടത്താം. ഇതുപോലെ തിങ്ങി നിൽക്കണ്ട, വിശാലമായി നടത്താൻ സൗകര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. 100 കണക്കിന് ഭൂമിയുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കീർത്തിക്കാൻ പറ്റി. ഈ പ്രാർത്ഥനയുണ്ടല്ലോ, എൻ്റെ ജോലി സഹപ്രവർത്തകർ അവരും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, തന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യം, ആയുസ്. എനിക്ക് വയസ്സ് 17 വയസ്സുണ്ട്, ചെറുതൊന്നുമല്ല. 18 മണിക്കൂർ ജോലി, 18 മണിക്കൂർ. ഇന്നും ഞാൻ കയറാത്ത മലയില്ല. എൻ്റെ കൂടെ നടക്കാമെന്ന് അമ്മ പിന്നിൽ പോകണം. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും കുട്ടികളും ഞാൻ ചെയ്യുന്ന അങ്ങോട്ട് ചെയ്യുന്ന. അപ്പോൾ എനിക്ക് അധ്വാനിക്ക് ഒരു മടിയില്ല. ഡെയിലി യാത്ര ചെയ്യുന്നതാണ്. ഡെയിലി കോഴിക്കോടും യാത്ര ചെയ്യുന്നതാണ്, ട്രെയിനിൽ പോകും. അപ്പോൾ നിങ്ങളെല്ലാം വളരെ ക്ഷമയോടുകൂടി നിങ്ങളുടെ മക്കളെ താല്പര്യമുണ്ടെങ്കിൽ, മക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പ്രാപ്തരാക്കണം. എൻ്റെ മലപ്പുറം ജില്ലയിൽ ഇന്നലെ വരെ ഉണ്ടായ ഹിന്ദുവിൽ ഒരു കുട്ടിയും ഡോക്ടറാകുന്നില്ല. ഒരു പഞ്ചായത്തിൽ പോലും 24 ഡോക്ടർമാരാ, മുസ്ലിം പെൺകുട്ടികൾ ഡോക്ടർമാർ. IAS IPS വരാൻ പോകുന്നത് 5 കൊല്ലം കൊണ്ട്. മലപ്പുറത്ത് 100 കണക്കിന് വരാൻ പോകുന്നത്. കാരണം 4:30 മണിക്ക് എഴുന്നേക്കും, മദ്രസ പോവും, പഠിക്കും. ഇന്ന് വരുന്ന ഉദ്യോഗത്തിൽ അവരുടെ കാറുകൾ, അവരുടെ വീടുകൾ കണ്ടും ചെറ്റിപ്പോവും. കോഴിക്കോട് ടൗൺ ഒരു സെന്റിൽ 1.5 കോടിയാ. മൊത്തം തീയന്മാർ സ്ഥലമായിരുന്നു. 42 വർഷം മുന്നേ കോഴിക്കോട്ടെ കച്ചവടം മുഴുവൻ തീ സമുദായമായിരുന്നു. 5% എൻ്റെ പ്രിയപ്പെട്ട 5% ഇല്ല. കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. കാരണം ഉത്തരമില്ല, കുടുംബത്തിലില്ല. ഇവിടെ വന്നല്ലോ, ഒരു വാക്ക് കേട്ട സൂചിക്ക് എത്രമാത്രം ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞത് റേഷനരിയാ, അത് മോശമുള്ളതല്ല, അവൻ അറിയാത്തോണ്ടാ. ഓൻ റേഷനരി കഴിച്ചില്ല. ആ റേഷനരി ടേസ്റ്റ് വേറെ എന്തിനാ കിട്ടുക? ആ റേഷനരി ടേസ്റ്റ് കിട്ടുമോ? വിശക്കുമ്പോൾ കിട്ടുന്ന റേഷനരിയാണ്. അത് നീ മനസ്സിലാക്കിയാൽ മതി. അത് നീ കുറവായി കാണരുത്, നല്ലതായി കാണുക. കാരണം ഈ 150 കിലോ ഇവിടെ എത്തിയ അരി ഉണ്ടല്ലോ, ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന അക്ഷരം അരി 200 കിലോ അരി. ഞാൻ പറഞ്ഞ വില കൂടിയ കാറിൽ കയറ്റാൻ വന്നു ഡ്രൈവർ. ഞാൻ അവിടെ പറഞ്ഞു, സുജി പറഞ്ഞു കയറ്റാന്ന്. എടാ സുജിക്കറിയില്ല അതിന് വില. ആ ഷോക്കാപ്സ് പോയാൽ 2 ലക്ഷം. 100 കിലോ കയറ്റി 3 കാറിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ അരി ഇവിടെ എത്തിയുള്ളത്. ഇവിടെ അരി കിട്ടില്ല. നിങ്ങൾ ബിരിയാണി കഴിക്കാൻ പറയാം, തിരൂരിൽ നിന്നാണ് ബിരിയാണി വെക്കുന്നത് ആൾ വന്നുള്ളത്. അത്രമാത്രം രാത്രിയും പകലില്ലാതെ ബിരിയാണി വെക്കാൻ വേണ്ടി ഗണപതിയിൽ 40,000 രൂപ ചെലവ് ചെയ്ത് ഷെഡുണ്ടാക്കി. അതിൽ നിന്ന് വെച്ച ബിരിയാണി കൊണ്ട് വരുന്നത്. അല്ല, ഇതൊന്നും തമാശക്കളില്ല. ആത്മാർത്ഥമായി ഭക്ഷണം കൊടുത്താൽ ഇന്ന് KR ബാഗ്സ് പോലെയാണ്, ക്യൂ നിൽക്കുകയാണ് ഭക്ഷണത്തിനാള്. അന്നപൂർണ്ണ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ദിവസം ഞങ്ങൾ പോയപ്പോൾ അന്നപൂർണ്ണൊക്കെ പൂട്ടി, ഒരാൾ മരിച്ചിരുന്നു. എവിടെയും ഭക്ഷണം കിട്ടാനില്ല. കേരളം, തമിഴ്നാടും ഇന്ന് നിങ്ങൾ വിചാരിച്ച പറ്റില്ല, വളരെ ഡെവലപ്മെൻ്റാണ്. അത് തീർച്ചയായും നിങ്ങളുടെ മക്കളെ ഇത്രയും നല്ല സ്ഥലം ഈ ഗണപതിയിൽ നിങ്ങൾക്ക് 3 സ്റ്റെപ്പിൽ 12,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ്. ഈ വാടക കൊടുത്ത 5-6 വാടക കിട്ടും. പക്ഷെ ആ വാടകയിലും 1000 മടങ്ങ് എനിക്ക് നേടാൻ സാധിച്ചത് അവിടെ ഇരുന്ന പ്രാർത്ഥനയുടെ ഫലം ഞങ്ങളുടെ സ്ഥാപനത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ആ കൃത്യമായി ജീവിക്കുവാനും ആ മക്കൾ നിങ്ങൾ പ്രാപ്താക്കുവാനും. ഞാൻ പറഞ്ഞ ആ കുട്ടിയോട്, നീ നാളെ IT കമ്പനി വെക്കാൻ കഴിയും. കാരണം ആ കുട്ടികൾ അത്ര എനർജി എടുക്കുന്ന ആ കുട്ടികൾ, 6ലും 5ലും പഠിക്കുന്ന കുട്ടികൾ ആ തമിഴിൽ എന്ത് ഡീസൻ്റ് സംസാരിക്കുന്നു എനിക്കറിയാം. തീർച്ചയായും നാളെ, കാരണം ഞാൻ ചെയ്തോളാ, 100 കണക്കിന് കുട്ടികൾ എൻ്റെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലും പ്രദേശങ്ങളും കാടാമ്പുള്ള കുട്ടികൾ ഇന്ന് ആത്മാഭിമാനത്തോടെ പല ജോലികളും സ്റ്റാൻഡേർഡ് ചെയ്തു. അച്ഛൻ്റെ കാറ് വാങ്ങി കൊടുക്കുന്നു, വീടുണ്ടാക്കുന്നു. എല്ലാം കാണുമ്പോൾ അത്ഭുതം തോന്നിക്കുമ്പോൾ സിനിമയെ കാണുന്ന മാതിരിയാ. ആ മാറ്റം ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങളെ കുട്ടികളെ നേരാൻ വഴിക്ക് വളർത്തുകയാണെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കുവാനുള്ള സഹായങ്ങൾ കൊടുക്കുവാൻ ഇന്ന് യൂണിയന് കഴിയും. തീർച്ചയായും ആഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ ആ മുസ്ലിം സമുദായം വളർന്നത് അങ്ങനെയാണ്. ഇന്ന് എണ്ണാതീരാത്ത ഡോക്ടർമാർ എല്ലാ നിലയ്ക്കും ഒരു കൂട്ടായ്മയോടെ വളർന്നു വലുതായി. എൻ്റെ കുടുംബത്തിൽ തന്നെ അവസ്ഥ. അവിടെ നിങ്ങളും ഒരു വലിയ കുടുംബമായി നിങ്ങൾ വളരാൻ നിങ്ങൾ സഹകരിക്കുക. ഏതോ 1-2 കേസുകളൊക്കെ ഉണ്ടാവും, അന്ന് കുറ്റമായി കാണരുത്. അത് നമ്മൾ വളർച്ചയ്ക്കാണ്. കാരണം എൻ്റെ സ്ഥാപനം മലപ്പുറം വളർന്നിട്ടുണ്ടെങ്കിൽ ഫേമസ് ബേക്കറി എന്നോട് പറഞ്ഞ് മത്സരം ഞാനും അവൻ കെട്ടിപ്പിടിക്കും. പക്ഷെ അവിടെ പറഞ്ഞു പപ്സിൻ്റെ ടേസ്റ്റ് മദ്യം ചെയ്യാന്ന്.
എണ്ണം കൂടി. ഞാനല്ല പറഞ്ഞത്, ബദൽ പറഞ്ഞത് തങ്ങളാണ്. പാണക്കാട് തങ്ങളാണ് മറുപടി കൊടുക്കുക, ഞാനല്ല. അവർ തീർച്ചയായും ഇവിടെ എത്തിയ ഓരോരുത്തർക്കും ആ മറ്റൊരാൾ പറഞ്ഞ ആൾക്ക് മൈക്ക് കൊടുക്കുന്ന ആവശ്യമില്ല. കാരണം ഇല്ലാത്തത് ഒന്ന് പറയും എന്താ നമ്മൾ നാട്ടിലുള്ളത്. അപ്പോൾ ഈ മണ്ണിൽ ജീവിക്കുവാനും ഇതുപോലൊരു സംഭവം ഉണ്ടാക്കി ഇത്രയും ആയിരം ആളുകൾ ഇവിടെ ഇരിക്കുന്നതിന് ഡബിൾ പാനലുണ്ട്. ഇന്ന് നിങ്ങൾ ഫുൾ ടൈം ഒരു മിനിറ്റിനല്ല, ഒരു മണിക്കൂർ, സെക്കൻഡിന് വിലയാണ്. ഒരു സെക്കൻഡിന് വിലയാണ്. ഒരു സെക്കൻഡിലാണ് ജീവിതത്തിന് പരാജയം വരുന്നത് അല്ലേ? ഓട്ടക്കാരൻ, ഫുട്ബോൾ കളിക്കാരൻ ഒരു സെക്കൻഡിലാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇതിന് മാറ്റി വെക്കുക. ബിസിനസ് പരമായി ഞാൻ പറയാൻ വിട്ടുപോയ സംഭവം, വൈക്കം അനൂപ് എന്ന അനൂപ് എൻ്റെ ക്ലാസ് ശേഷം എന്നോട് പറഞ്ഞു 26 ഷോപ്പുണ്ടവന്. കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന 26 ഷോപ്പുകൾ അനൂപ് ഉണ്ടാക്കി. അനൂപ് ക്ലാസ് എടുക്കാൻ വന്ന വ്യക്തിയാണ്. എൻ്റെ കൂടെ ഉണ്ണിയുണ്ടായിരുന്നു. അനൂപ് 10,000 വാങ്ങിയിട്ട് പോകും, കോച്ചിങ് നടത്തും, മോട്ടിവേഷൻ നടത്തും. പക്ഷെ എന്താണ് കച്ചവടം എന്ന് അനൂപിന് അറിയില്ല. കച്ചവടമാണെങ്കിൽ ഗോകുലം ഗോപാലൻ്റെ ചോദിച്ചാൽ എന്താണ് ബിസിനസ് ഉള്ളത്? ഇന്ത്യയിൽ ഇന്ന് അദ്ദേഹത്തിനില്ലാത്ത ബിസിനസ് ഉണ്ടോ? അതാണ് ഈ ഗോപാലൻ്റെ കഴിവ്. KR ബേക്കറി 100 ബ്രാഞ്ചുണ്ട്, ഇല്ലാന്ന് സത്യം എന്നല്ല, ഉണ്ട്. അത് നടത്താൻ ഞാൻ പറഞ്ഞു എൻ്റെ കഴിവല്ല, ദൈവാനുഗമായ ഗുരുദേവൻ്റെ പ്രാർത്ഥനയും അതിനോട് ഞങ്ങളെ ഒരു ടീമായുള്ള വർക്കും ഞങ്ങൾ വിജയിപ്പിച്ചു. നമുക്ക് ഒരുമിച്ച് വളരാം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിങ്ങൾ ക്ഷമയോടുകൂടി ഭക്ഷണം നല്ല ഡീസൻ്റ് ഭക്ഷണമായിരിക്കും, അതെല്ലാം കഴിച്ച് ഇന്നത്തെ ഫുൾ പരിപാടി ഇനിയും നമുക്ക് വേണ്ട ആൾ വരാനുണ്ട്. നമുക്ക് കിട്ടിയ വാക്ക് കേട്ടില്ലേ, നമ്മളിത് ആൾക്കൂട്ടമല്ല. എന്താ നമ്മുടെ MP പറയും, ബാലാജി എന്ന് പറയുന്ന മിനിസ്റ്ററെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും അല്ലേ, പറഞ്ഞില്ലേ? നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരില്ലേ? ഇല്ലേ, കിട്ടുമോ? നമ്മൾ ഒരുമിക്കാതെ എന്ത് കിട്ടും? ഒരുമിച്ചല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ മക്കൾക്ക് വേണമെങ്കിൽ ഇത് വിലപേശലായി. ഞങ്ങൾക്ക് ആർക്കും എവിടെ നിന്നും ആരും പറ്റിക്കേണ്ട ആവശ്യമില്ല. ദൈവാനങ്ങളുണ്ട്, എല്ലാം ദൈവം തന്നെന്ന് പങ്കുവെച്ച് കൊടുക്കുകയാണ്. ഒരു നഷ്ടം കാണുന്നില്ലെന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് മാത്രമല്ല, പലതും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ സഹായിക്കുവാൻ ശുചി പറഞ്ഞ മാതിരി ഉള്ളവർ മതി. ആ കൃത്യമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് മാത്രമുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഈ കാണുന്നത്. ഏറ്റവും വലിയ അത്ഭുതം, ഇത്രയും ആളുകളെ പലതും പറഞ്ഞു വിളിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നും പറഞ്ഞു വിളിച്ചില്ല, നിങ്ങളെ മക്കൾക്ക് വേണ്ടി മാത്രം വിളിച്ചാണ്. ആ വിളിച്ചാൽ ഇത്രയും ആളുകൾ ഒരു ഇത്രയും നല്ല കോർപ്പറേഷൻ ആർട്ട് സിറ്റി RS പുരം ഇവിടെ നിങ്ങളെ എത്തിക്കുവാനും നിങ്ങൾക്ക് വേണ്ടുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ആ വിഷം കുറച്ചേ പറഞ്ഞുള്ളൂ, വെള്ളാപ്പഴ എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇവിടെ നോക്ക്, നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ചെലവ് ചെയ്യുന്നു, നിങ്ങൾ പങ്കാളികളാവുന്നു, നിങ്ങൾ സഹായിക്കുന്നു ഇല്ലേ? ആ സഹായം കിട്ടിയെന്നുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന അയ്യപ്പക്കിയുടെ ചെയർമാനുണ്ടല്ലോ, അദ്ദേഹം വരെ സഹായിച്ചിട്ടുണ്ട് ഇല്ല? ഇവിടെ കേട്ടില്ലേ രാവിലെ എത്രയോ വലിയ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. എങ്ങനെ എത്താൻ തോന്നി? അദ്ദേഹത്തിന് അറിയാം ഒരു സംഘടന നേതാവാണ് അദ്ദേഹം. കാരണം ഇന്നത്തെ CMS കോളേജിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം സ്വന്തം സ്കൂളുണ്ട്, ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്, ഞങ്ങളെ വലിയ വളരെ പരിചയമുണ്ട്. അപ്പോൾ ഇതെല്ലാം വരണമെങ്കിൽ നമ്മൾ ഒത്തുകൂടണം. ഇങ്ങനെ ഒത്തുകൂടിയാൽ നമുക്ക് പലർക്കും പലതും നേടാനും റെക്കമെൻഡ് ചെയ്യാനും സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വലിയൊരു സമ്മേളനം, ചെറിയ സമ്മേളനം എന്ന് പറയുന്നില്ല, ഇത് ഓണപ്പരിപാടിയൊന്നല്ല. ഇത് വന്ന് നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് വഴിത്തിരിവിലേക്ക് മുന്നോട്ട് പോകുവാൻ ഒരു യാത്ര പറയാൻ എനിക്ക് അത് മുത്തപ്പൻ്റെ ആളുടെ സത്യത്തിൽ ഈ മുത്തപ്പനെ അതാണ് ഈ ബന്ധങ്ങൾ. എനിക്ക് ഒരു പരിചയമില്ല അവരൊന്നും. എന്നെ ക്ഷണിച്ചു ലക്ഷ്മീപുരം ശാഖയുടെ, അവരെ ക്ഷണിച്ച് ഞാൻ പോയി പോയി. അവർ സ്ഥലം വാങ്ങാൻ പൈസ തയ്ഞ്ഞില്ല, ഞാൻ തന്നില്ലേ? 5 lakhs 5 ലക്ഷം ഞാൻ കൊടുത്തു. 10 കൊടുക്കാൻ കഴിയും, പക്ഷെ അവർ മതി 5 മതി എന്നവർ പറഞ്ഞോളൂ. 5 ലക്ഷം കൊടുക്കും. അതൊരു ബന്ധമായിരുന്നത്. SNDP മാത്രമല്ല ഞങ്ങൾ കൊടുക്കുന്നത്, ഇതിന് അർഹതപ്പെട്ടവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കിട്ടുന്നത് അതേവിടെ വന്ന് ഫാമിലി വന്നിട്ടുണ്ട്, അതായിരിക്കും ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം അതുപോലെ നമുക്കെല്ലാം വേണം. അതെല്ലാം നല്ലത് കണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനം വളരുവാനും ഉയരുവാനും ചുരുങ്ങിയ കാലം ഈ ഭൂമിയിലുള്ളൂ. കോവിഡ് നമ്മളെല്ലാം പഠിപ്പിച്ചു. അതുകൊണ്ട് അതെങ്കിലും ഒന്ന് സഹകരിച്ചുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി നിങ്ങളെ മനസ്സ് മാറണം. മാത്രം പറഞ്ഞിട്ട് ആ പ്രയറിലേക്ക് എത്തുവാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പ്രയച്ചുള്ളൂ. എവിടെ പോവുകയാണെങ്കിലും എവിടെ ഇറങ്ങുകയാണെങ്കിലും ഞാൻ പറഞ്ഞു 10 പേരുടെ ഇന്ന് താമസിക്കുന്നുണ്ട്. ഈ 10 പേരിൽ മുസ്ലിമുണ്ട്. അവരടക്കം രാവിലെ പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ പഠിച്ചത് മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് ഇന്ന് കോടികളുടെ കോടികൾ, 100 കോടി വീട്, 10 കോടിൻ്റെ കാറ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെ വിലയാണെന്ന് അവർ പറയും, ഞാൻ കേൾക്കാറുണ്ട്. അത് സത്യവുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വലിയ സമ്മേളനം ഇത്രയും ആളുകളെ ഒരുമിച്ച് കൂട്ടിയ ഈ സംഘാടകർക്ക് എന്താണ് എനിക്ക് പറയുന്നത് അറിയില്ല. കാരണം അത് അനുഭവിച്ചവനെ അറിയുള്ളൂ. ഇപ്പം ഞാനിവിടെ എത്തിപ്പെട്ടല്ലോ, ഇന്ന് കോടികളുടെ കാറായി, വീടുകളായി, കോളേജുകളായി, സ്ഥലങ്ങളായി. എൻ്റെ പൊന്നുമക്കളെ 18 മണിക്കൂർ സൈക്കിൾ ചുറ്റിയ കാലമുണ്ട്. 4 വാടക സൈക്കിൾ. പറയാൻ ഒരു മടി എനിക്കില്ല. കാരണം ഞാൻ വന്ന വഴി മറ്റുള്ളവർക്ക് വേണം പഠിക്കാം. എങ്ങനെയാണ് ഒരു മണിക്കൂർ മാറ്റാൻ പറ്റുമോ? ഇല്ല. ആ മണിക്കൂർ എന്തെങ്കിലും ട്രെയിനിൽ ഉറങ്ങാം. ആ ട്രെയിൻ ഓടിക്കൊണ്ടേയിരിക്കും. ഞാൻ എത്ര സ്ഥലത്തെത്തും. അത് ചെയ്യിപ്പിക്കാൻ നമ്മളെ മക്കളെ പ്രാപ്തമാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും?
കൺട്രോൾ ചെയ്യാൻ കഴിയും ഇല്ലേ? അത് പഠിക്കണം. നിങ്ങൾ MBA പഠിച്ചോണ്ടോ MIB പഠിച്ചോണ്ടോ എല്ലാ ബിസിനസ് ചെയ്ത് പഠിക്കണം. KR ബേക്കറിയുടെ വളർച്ച ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ 3 പേരും കുട്ടിക്കാലം മുതൽ ശമ്പളം കൊടുത്തുകൊണ്ട് 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ പഠിച്ച ചരിത്രമായി ഇന്ത്യൻ എക്സ്പ്രസ്, മനോരമ, മാതൃഭൂമി, കേരള എല്ലാ പേപ്പറിലും എൻ്റെ പേരിൽ അനുഭവം വന്നിട്ട് നിങ്ങൾ യൂട്യൂബിൽ തട്ടി അറിയാം എന്താണ് KR പോയി. ഞാൻ എൻ്റെ അച്ഛൻ്റെ 4 ആനുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വന്ന വഴി മറ്റൊരാൾക്ക് സ്വീകരിക്കണമെങ്കിൽ അത് തുറന്ന് പറയണം, ഞാൻ ഇന്നതായിരുന്നു, അവിടെ ഞാൻ ഇവിടെ എത്തി. അതാണ് വേണ്ടത്. ജീവിത യാത്രയാണ് ഒരാൾക്ക് അറിയേണ്ടത്. ഗോപാലട്ടൻ പറഞ്ഞ പോലെ, യൂസഫ് അലി പറയുന്ന പോലെ അല്ല, നമ്മൾ പറഞ്ഞ് മേലെ നിങ്ങളുടെ അച്ഛനച്ഛൻ 4 ആനുണ്ട്, 100 ഏക്കർ ഭൂമിയുണ്ട് നല്ല പറയേണ്ടത്. ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അതിന് സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ കൊടുക്കുന്ന സഹായങ്ങളാണ്. എനിക്കറിയാം എൻ്റെ മരണശേഷം എന്നെ ഓർക്കുന്നതും അതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥന വിടണ്ട എന്ന് പറയാൻ കാരണം, സുജിയോട് SNDP കൊണ്ട് വലുതാക്കിയൊന്നും കാര്യമില്ല, പ്രാർത്ഥന ചൊല്ലിക്ക് നിങ്ങൾ നന്നാവും. തീർച്ചയായും ഇനി അടുത്ത പരിപാടി നമ്മളെ സ്വന്തം സ്ഥലത്ത് 3 ഏക്കർ സ്ഥലം, 1 സെന്റ് 20 ലക്ഷം ഉണ്ട് ഇല്ലേ ബാബു കേരളത്തിൽ, അവിടെ വെച്ചിട്ട് ഓപ്പൺ ഇടത്തിൽ, അതല്ലെങ്കിൽ നവക്കര വാളയാറിനടുത്ത് ഫോറസ്റ്റ് തമിഴ്നാട്ടിൽ തന്നെയാണ്, കുളങ്ങളും മരങ്ങളും വാൽമരങ്ങളും നിറഞ്ഞ സസ്, ഒരു വീട് വാടക കൊടുത്താൽ 25,000 കിട്ടും മക്കളെ. അങ്ങനത്തെ സ്ഥലമാണത്. കാരണം ഊട്ടിമരി സ്ഥലമാണ് അതൊക്കെ കിട്ടുന്നത്. എൻ്റെ ബാബു ഇല്ലേ, ഇതാണ് സത്യം. ആ സത്യം നിങ്ങൾക്കും ഞമ്മക്ക് നോക്കുകയാണ്. നിങ്ങൾ നാളെ മുതൽ പ്രാർത്ഥിക്കുവാനും മക്കളെ ഐശ്വര്യം വളർത്തുവാനും അവരെ വിദ്യാഭ്യാസപരമായി നിങ്ങളെ കാവൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു ശ്രദ്ധ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരിക്കലും പെൺകുട്ടികളുണ്ടല്ലോ ആൺകുട്ടികളോ, ഇന്ന് ഈ പ്രദേശത്ത് എവിടെ പോയാലും ഈ ബന്ധങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ, പേടി ഉണ്ടാവുമല്ലോ, എന്നെ അവർ കാണോ, എന്നെ ഇവർ കാണോ, ഇല്ലേ, ഉണ്ടാവില്ലേ? അങ്ങനെ പേടിക്കുവാൻ ഈ സീറ്റ് ബെൽറ്റ് എന്തിനു വേണ്ടിയാ? പോലീസിന് വേണ്ടിയാ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ജീവന് വേണ്ടിയാ. ഹെൽമെറ്റ് എന്തിനു വേണ്ടിയാ? നമ്മളെ താഴെ നമ്മൾ ചെയ്യുക. അതുപോലെയാണ് നമ്മൾ മക്കളെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ എവിടെ പോയാലും ഒരു കാവൽ നമ്മൾ ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു കൂട്ടായ്മയിൽ പങ്കുചേരുക. ആരോ എന്താ പറയട്ടെ, നല്ലത് മാത്രം നമ്മൾ സ്വീകരിക്കുക, മറ്റേ നിങ്ങൾ കേട്ടില്ല വിടുക, അതെൻ്റെ പോയി വിട്ടാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി കൂടുതൽ ഒന്നും ഞാൻ പ്രസംഗിക്കുന്ന സമയം കഴിഞ്ഞു. എങ്കിലും എന്താ പറയുക, എനിക്ക് വളരെ സന്തോഷം. കാരണം ഇത്രയും വലിയ എത്രയോ തമിഴ് വ്യാപാരി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഞാൻ, 5 ലക്ഷം പേരിൽ നമ്മൾ സ്റ്റേജിൽ തമിഴ് പ്രസംഗിക്കും ഞാൻ. പക്ഷെ എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല. പക്ഷേ ജർമ്മനിയിലും ഇറ്റലിയിലും ചൈനയിലും ലോകം വഴി ഞാൻ പോയിട്ടുമുണ്ട്. അതെൻ്റെ കഴിവാണ്, അതെൻ്റെ കഴിവാണ്. എൻ്റെ ഭരണപൂർണ്ണ ഗ്രൂപ്പ് എടുത്തോ ചെയർമാൻ ഞാൻ വളരെ പരിചയക്കാരാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. എന്താ അദ്ദേഹത്തിന് വല്ല കുറവുണ്ടോ? അതിന് ഓരോരുത്തോ നമ്മുടെ ഇന്ത്യൻ്റെ ഏറ്റവും ബെസ്റ്റായിരുന്ന കാമരാജ് നാടാർ ഇല്ലേ, 4ാം ക്ലാസ്സുകാരനാ. അത് ആരായിരുന്നു? ഇന്ത്യയിലെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു. ഉണ്ടാക്കിയ ഡാം ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ വിദ്യാഭ്യാസം ഇന്ന് വിദ്യാഭ്യാസം പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം എല്ലാം മൊബൈലിലാണ് തട്ടുന്നത്. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയത് സുജിയുടെ ആവേശമായ 2 വാക്ക്, അജിയുടെ വേദനയോടുള്ള 2 വാക്ക് കരുത്തായി പറയാൻ ഞങ്ങളുടെ സ്ഥാപനത്തിന് ഇനി ഒരു കോട്ടം തെറ്റില്ല, ധൈര്യമായി അവരുടെ കയ്യിൽ ഏൽപ്പിക്കാം. ഈ സദസ്സിന് സാക്ഷി ഞാൻ പറയുന്നു. വളരെ അഭിമാനത്തോടെ ഞാൻ ഇത് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.